തീരുമാനമാണിത്. ജാനകി അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാൻ കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോട്ടോ. വട്ടിനെ തലയ്ക്ക് വട്ട. രണ്ടും ഒന്നും തന്നെയാണ്. വട്ടും ഒന്ന് തന്നെയാണല്ലോ. കാലത്തു തന്നെ തല പിടിക്കാൻ വന്നിരിക്കുകയാണോ പണ്ടാരാണ് ഞാൻ? ഞാനേ അവിടെ കല്യാണം നടത്തി കൊടുക്കും, നോക്കിക്കോ. അത് കൊല്ലം. ആർക്കാണ്? മുട്ടയാണോ ഇത്? പണ്ടാറ്. ചോറ് തിന്നാൻ വാ. എനിക്ക് ചോറ് വേണ്ട, വിശപ്പില്ലപ്പ. നീ കരയണതിന്റെ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കൊടുക്കുന്നുണ്ട്. അവനെ നീ മറന്നു കളഞ്ഞേക്കൂ. അവനേക്കാൾ നല്ല സുന്ദരനായ ചെറുക്കനെ അപ്പ മോൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. തിരുമൽ ദേവനാണ് സത്യം. അപ്പനാണ് പറയണത്. മോള് വാ. എനിക്കൊന്നും വേണ്ട. അഗോ ധുവോ ഹങ്കയോ ധരായോ ഗോ ധരായോ. പിടിച്ചോ. ഇനിയുള്ള മുറുക്ക് അടിക്കണം. ശരി നോട്ടെ. ഹലോ പ്ലീസ് പ്ലീസ്. എന്നല്ല അവിടെ താനാണോ ഞങ്ങളെ തല്ലാൻ ആളെ അയച്ചത്? തിരുമൽ ദേവനാണ് സത്യം. നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ല. ഓഹോ, കൊടുത്തിട്ടില്ലല്ലേ? നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ലേ? ശരി സരി സരി. തിരുമൽ ദേവ, നമ്മുടെ താറയിച്ചല്ലോ. ഇതെന്താണ് ഇവിടെ മതിൽ പോക്കി നോക്കാൻ പറ്റില്ല പട്ടാറ? ഏതാണ് വഴി? അതിലേ പോകാം. അതിലേ പോയിട്ടില്ലെങ്കിൽ ഇതിലേ പോകാം. അതിലേ പോകാം. ഏതിലെങ്കിലും പോകാം പട്ടാറം. തിരുമൽ ദേവ ഭഗവാനേ. അയ്യോ, പോലീസ് വരുന്നുണ്ട്. ദൈവമേ, പോലീസിന്റെ കയ്യിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിളിഞ്ഞ മാംഗോ ജ്യൂസ് എടുക്കും. പാമ്പ്. അയ്യോ, ആരാണ്ടി ഓസ് കൊണ്ടൊന്ന് വഴിയിലിട്ട് ആളെ പഠിപ്പിക്കാൻ പറ്റിയിരിക്കുന്നത്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ ഗൗരി. ഗൗരി മോളെ, അപ്പനാണ് വാതിൽ തുറക്കുന്നേ. പോലീസ് വരുന്നുണ്ട്. ഇവളെവിടെ പോയി കിടക്കാണ്? കാലത്തു തന്നെ അവൾ പതിൽ പൊക്കി നോക്കി സ്നേഹം കൊടുക്കാൻ പോയിരിക്കണം. നമ്മളാണ് അപ്പനാണ്. കല്യാണി, ഇവരൊക്കെ എവിടെ പോയിരിക്കാം. വാതിൽ തുറക്കുക. പൊന്നു സാറേ, നമ്മളെ തലല്ലേ തലേ സത്ത് പോകും. നമ്മളെ ഒരു കിഡ്നി പോയിരിക്കണം. അതാണ്. പിടിക്കില്ല. അയ്യോ, നമ്മൾ നടന്നു പോയി അയ്യോ, എന്നെ അവിടെ കേട്ടില്ലേ? എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ലല്ലോ. എന്നെ പിന്നിൽ കയറ്റിയാൽ മതി. പതുക്കെ വിടണേ മുറുക്കി പിടിച്ചോ. താഴെ വീണാ മത്തങ്ങ വീണാ മതി. തട്ടി പൊട്ടി പോകും. കുഞ്ഞെ, എന്താ കല്യാണമേ? അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയി.
என்ன மகளே? അങ്കിൾ അപ്പോഴേ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഞങ്ങളെ രക്ഷിക്കണം. ചേട്ടനെ കണ്ടില്ല. அப்பாவை வேன்ல கூட்டி போனாங்களா, நடத்தி கொண்டு போனாங்களா? വാലിൽ കൊണ്ടുപോയി. நடத்தி கூட்டி போயிருந்தா நடக்கிறதே வேறையா இருக்கும். അങ്കിൾ அங்கிள் இருக்கும்போது நீ எதுக்கு பயப்படணும்? அங்கிள் എന്താ മോളെ എവിടെ എന്തേ അപ്പോഴേ പോലീസ് പിടിച്ചു. രാകേഷിനെ അന്വേഷിച്ചപ്പോ എവിടാന്ന് ഒരു വിവരവും ഇല്ല. മോൾക്ക് അറിയാതെ മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, നീ ഇങ്ങനെ കരഞ്ഞാലോ? അതല്ല വല്യമ്മേ, എന്റെ അപ്പ. എല്ലാം ശരിയാവും മോളെ. നിന്റെ അച്ഛന്റെ എല്ലാ വൃത്തികേടുകളും ഞങ്ങൾക്കറിയാം. എന്ന് വിചാരിച്ച് രാകേഷ് നിന്നെ ഉപേക്ഷിക്കൊന്നുമില്ല. മോള് ധൈര്യമായിട്ടിരിക്കും. എല്ലാം ദൈവം നിശ്ചയം, അല്ലാതെ എന്ത് പറയാന്. വാ നമുക്ക് വീട്ടിലേക്ക് പോവാ. നീ ഓടിക്കോ, ഞാൻ അവര് പുറകിലുണ്ട്. നീ ഓടിക്കോളാം. അയ്യോ അയ്യോ ഞാൻ പോവാണ്. എന്താ 3 പേര് മാത്രം യൂണിഫോമിന് വന്നു? നിങ്ങൾ യൂണിഫോം അലക്കാൻ കൊടുത്തിരിക്കുക? മിസ്റ്റർ മാണിക്യം, തന്നെ അലക്കാനാണ് ഞങ്ങൾ വന്നത്. സെർച്ച് ദ ഹൗസ്. യു ആർ അണ്ടർ അറസ്റ്റ്. അറിയും, ഇരിക്കും. സാർ തന്നെ ഇവരുടെ ചീഫ് ഓഫീസർ? അതെ. വീട് വരെ വന്നു. ഒരു ലാർജ് സാപ്പിട്ട് പോയാൽ എനിക്കൊരു സന്തോഷം. പള്ളി പള്ളി പള്ളി. മിസ്റ്റർ മാണിക്യം, താങ്കൾ ഇതിനകത്ത് ഡയമണ്ട്സ് ഒളിച്ചു വെച്ചിട്ടുണ്ടോ? അത് ഗോൾഡ് ഫിഷ് സാർ. അത് ഡയമണ്ട് എല്ലാം സാപ്പിടാது സാർ. ഇതിന്റെ മുകളിൽ സ്വർണ്ണ തകിടങ്ങാനും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇതിന്റെ മുകളിൽ വെറും സിമന്റ് സാർ. എന്നടാ പോലീസുക്ക് പാർട്ടി കൊടുക്കുന്നു? എന്താ തപ്പാ? കടിക്കും സാർ. Cheers. മിസ്റ്റർ മാണിക്യം, തന്നെ പോലെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ കയ്യിലിരിക്കട്ടെ. കൊലപാതകം, മയക്കുമരുന്ന് കച്ചവടം, സ്മഗ്ലിംഗ്, ഇതൊക്കെ ആസൂത്രിതമായിട്ട് നടത്തുന്നില്ലടാ നീ. ഒന്ന് വിട്ടുപോയി സാർ. റേപ്പ്. നാണം കിട്ടവനെ. ഞാൻ തന്നെ. പക്ഷെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. എഴുതേടാ. മുറികളൊക്കെ സീൽ ചെയ്ത് കഴിഞ്ഞു സാർ. ഫയൽസ് എല്ലാം എടുത്തോ? ഈ അയോഗ്യ റാസ്കലിനെ വില വെക്കണം സാർ. സാർ, ആൾക്കാർ കണ്ടാൽ അവമാനം. നമ്മൾ ഫ്രണ്ട്സ് പോലെ പോവാ. എന്ത് ബലം! കൈയെടുക്കടാ. നീട്ടാ കൈ. നിന്റെ ഒരു അപമാനം. എന്റെ പുറാവേ, പൊന്നു മോളെ, നീ എങ്ങനെ രക്ഷപ്പെട്ടു? ഈ മാണിക്കത്തെ കാൽസമൾ കൈ പിടിക്കുവോ? സാർ, നിങ്ങൾ പിടിക്കൂ സാർ. വേറെ വണ്ടിയില്ലേ? നിങ്ങൾ എങ്ങനെയാ നടന്നു വരുവോ? ആ, ജീപ്പിൽ കയറടാ. ജീപ്പിന് വന്നാൽ ചീപ്പാ இருக்கும் சார். നടക്കടാ. மெதுவாப்பா, புது பொண்ணு மாதிரி கூட்டி போ. மாமனார் வீட்டுக்கு தானே போறான்.